ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് കണക്ടിവിറ്റിനെ പറ്റിയിട്ടാണ്. എന്താണ് കണക്ടിവിറ്റി എന്നുള്ളതാണ്? അതായത് ഒരു ഗ്രാഫിലെ മിനിമൽ നമ്പർ ഓഫ് കട്ട് വെർട്ടെക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ നമ്പറിനെയാണ് നമ്മൾ കണക്ടിവിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ട് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നുള്ളത് ഇനി എന്താണ് എഡ്ജ് കണക്ടിവിറ്റി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ലാംഡനെ കൊണ്ടാണ് കേട്ടോ. ലാംഡനെ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ലാംഡ ഓഫ് ജി അല്ലെങ്കിൽ ലാംഡ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എഡ്ജ് കണക്ടിവിറ്റി. എന്താണ് എഡ്ജ് കണക്ടിവിറ്റി എന്നുള്ളത്? സ്മോളസ്റ്റ് കെ, അതായത് ഒരു സെറ്റ് ഓഫ് കട്ടെഡ്ജ് അല്ലെങ്കിൽ എഡ്ജ് കട്ടിലെ എഡ്ജ് കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എഡ്ജസ് ദാറ്റ് ഡിലീറ്റഡ് ഫ്രം എ ഗ്രാഫ് ദാറ്റ് വിൽ ബി ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. അതിന്റെ മിനിമൽ ആയിട്ടുള്ള നമ്പർ ഓഫ് എലമെന്റ് ഉള്ള എഡ്ജ് കട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ മിനിമൽ നമ്പറിനാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്രാഫ് വരക്കാം. ഓക്കെ, ഈ ഗ്രാഫ് നോക്കാം. V1, V2, V3, V4, V5. ഈ ഗ്രാഫ് നോക്കിയിട്ട് ഇതിൽ നിന്നും ലാംഡ നിങ്ങൾക്ക് കിട്ടുമോ? നിങ്ങൾക്കറിയോ? ലാംഡ കിട്ടണം, പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരു എഡ്ജ് കിട്ടണം, ആർക്കെങ്കിലും? ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് എഡ്ജ് ഡിലീറ്റ് ചെയ്താൽ ഡിസ്കണക്ട് ആവും പറയണം. ഈ എഡ്ജ് ഡിലീറ്റ് ചെയ്തു, അപ്പൊ ഇത് ഡിസ്കണക്റ്റഡ് ഗ്രാഫായി, അല്ലേ? ആണോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ഇതൊരു മിനിമം നമ്പർ എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഒരു എഡ്ജ് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ ഇത് ഡിസ്കണക്റ്റഡ് ആവും. പക്ഷെ ഞാൻ എന്നാല് ഈ ഗ്രാഫിനൊന്ന് മാറ്റി, ഓക്കെ, ഗ്രാഫ് മാറ്റി എന്ന് വിചാരിക്കാം. ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഡിസ്കണക്ട് ആവണമെങ്കിൽ എത്ര എഡ്ജസ് ഡിലീറ്റ് ചെയ്യേണ്ടി വരും? മിനിമം 2 ഡിലീറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഈ കുഞ്ഞാപ്പും ഡിലീറ്റ് ചെയ്താല്, അതായത് V3 V5 ഡിലീറ്റ് ചെയ്യണം, V2 V5 ഡിലീറ്റ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇത് എഡ്ജ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഈ ഗ്രാഫിന്റെ കേസിൽ ലാംഡ ഈക്വൽ ടു 2 ആണ് എന്ന് കിട്ടി, അല്ലേ? ഓക്കെ, അതിൽ കൂടുതൽ എത്ര എഡ്ജ് ഡിലീറ്റ് ചെയ്താലും ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയിരിക്കും, എഡ്ജ്, അതായത് എഡ്ജ് കട്ട് ആയിരിക്കും. പക്ഷെ നമുക്ക് മിനിമൽ ആണ് കിട്ടേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ അല്ലേ? മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ആരും ഒന്നും കിട്ടില്ലല്ലേ? ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അടുത്തത് ഒരു ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് ആർ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ, ഒരു ഗ്രാഫിന് ആർ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയണമെന്നുണ്ട് എങ്കിൽ കാപ്പ, അതായത് കണക്ടിവിറ്റി എന്ന് പറയുന്ന കുഞ്ഞാപ്പ് മനസ്സിലാക്കുക. കാപ്പ അതായത് നമ്പർ ഓഫ് വെർട്ടിസസ്, മിനിമം നമ്പർ ഓഫ് വെർട്ടിസസ്, അല്ലെ? അത് എന്താണ്? ഡിലീറ്റ് ചെയ്യാണ്. ഗ്രാഫിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ ഡിസ്കണക്റ്റഡ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണക്ടിവിറ്റി അല്ലെങ്കിൽ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത്, അല്ലെ? കണക്ടിവിറ്റി എന്നോ വെർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനാണ്. അതിലേക്കും ഏറ്റവും ഏത് ചെറിയ നമ്പറിനെയും അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർ കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു ഗ്രാഫ് ഞാൻ എടുക്കും. ഇതാ ഈ മുകളിലുള്ള ഗ്രാഫ് തന്നെ എടുക്കാം. ഓ,
ഒരു ഗ്രാഫ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഈ ഗ്രാഫ് എടുത്തു. V1, V2, V3. ഈ ഗ്രാഫ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇതിൽ ഇത് ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഡിലീറ്റ് ചെയ്തു. എന്ത് സംഭവിച്ചു? ഡിസ്കണക്റ്റഡ് ആയോ? ഇല്ല. ആയോ? ഇല്ല. അപ്പം V1, V2 ഈ ഗ്രാഫ് എടുത്തു ഞാൻ. ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ V2 ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? V1, V2, V1, V3 എന്ന് പറയുന്ന ഡിസ്കണക്റ്റഡ് ഗ്രാഫ് കിട്ടി. അപ്പൊ ഇവിടെ സംബന്ധിച്ച് കാപ്പ എന്ന് പറയുന്നത്, അതായത് കെ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ കാപ്പ എന്ന് പറയുന്നത് ആരാണ്? ഈക്വൽ ടു 1 ആണ്, അല്ലെ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഇത് എന്ത് ഗ്രാഫാണ്? 1 കണക്റ്റഡ് ഗ്രാഫാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? R ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം, 0 കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയാം. പക്ഷെ സാധാരണഗതിയിൽ നമ്മൾ അതിന്റെ കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ടാണ് പറയാ 1 കണക്റ്റഡ് ഗ്രാഫ് എന്നാണ് പറയാ. 1 കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ഓക്കെ ആണോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ആരാണ്? എന്താണ് ഡൗട്ട് ഉള്ളത്? ഓക്കെ ഓക്കെ, ആരും ഒന്നും പറയുന്നില്ലേ? എന്തായാലും പറഞ്ഞില്ല, എല്ലാവർക്കും ഇംഗൃതിക്കുറവാന്ന് തോന്നുന്നു. അടുത്തൊരു ഗ്രാഫ് V3, V4, V5 ഇങ്ങനെ ഒരു ഗ്രാഫ് ഞാൻ എടുത്തു. നോക്കുക, ഈ ഗ്രാഫ് ഇതിൽ നിന്ന് ഞാൻ ഈ V5 എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്തിട്ട് എന്താകുന്നില്ല? ഡിസ്കണക്റ്റഡ് ആവുന്നുണ്ടോ? ഇല്ല. V5 ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റഡ് ആവുന്നില്ല. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റ് ആവുന്നില്ല. ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. അതായത് എത്ര വെർട്ടെക്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു? V5 ഡിലീറ്റ് ചെയ്തു, V4 ഡിലീറ്റ് ചെയ്തു, V3 ഡിലീറ്റ് ചെയ്തു. മിനിമം 3 വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കാപ്പ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പൊ ഇത് 3 കണക്റ്റഡ് ഗ്രാഫ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഓക്കെ, ഇതൊരു 3 കണക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പൊ ഇതിൽ നിന്നും കാപ്പ ഈക്വൽ ടു എന്ത് ചെയ്യണം? ഈക്വൽ ടു 3, ദാറ്റ് ഈസ് 3 കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, ഇതൊരു 3 കണക്റ്റഡ് ഗ്രാഫിന് എക്സാമ്പിൾ ആണ്. ഇത് 1 കണക്റ്റഡ് ഗ്രാഫിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ 1 കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്തുണ്ട്? കട്ട് വെർട്ടെക്സ് ഉണ്ട് എന്ന് പറയാം, അല്ലേ? ഇനി അടുത്ത നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഡ്ജിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. എഡ്ജിനെ ഇവിടെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധിക്കാം. എഡ്ജ് പോക്കിയിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എഡ്ജ് കണക്ടിവിറ്റി എന്നാണ്. 2 എഡ്ജ് കണക്ടിവിറ്റി, 3 എഡ്ജ് കണക്ടിവിറ്റി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയാം. ഓക്കെ, അതായത് G ഈസ് R edge connected graph if connectivity is greater than or equal to R. അതായത് നമ്മൾ എടുക്കുക ആ ലാംഡ തന്നെയാണ് എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് പറയാ എന്നുള്ളതാണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഒരു ഫോൺ കോൾ വന്നിരുന്നു. അതാണ് എക്സാമ്പിൾ ആയിട്ട് ഈ ഗ്രാഫ് തന്നെ എടുത്തു ഞാൻ. ഈ ഗ്രാഫ് ഞാൻ എടുത്തു.
അപ്പൊ ഈ ഗ്രാഫ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഇതില് ഞാൻ എന്ത് ചെയ്യണം, രണ്ട് എഡ്ജ് പോക്കിയിട്ടുണ്ട് എങ്കിൽ, അതായത് ഈ E1ഉം, അതായത് E1 എന്ന് പറഞ്ഞാൽ V1 V2, അതുപോലെ തന്നെ V2 V3, അതായത് E2 എന്ന് പറയുന്ന എഡ്ജും ഡിലീറ്റ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ഇത് ഡിസ്കണക്ട് ആവുള്ളൂ അല്ലെ. അപ്പം ഇവിടുത്തെ ലാംഡ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്, 2 ആണ്. അപ്പൊ ഇതൊരു എന്താണ്, 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് പറയും, 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ്. ഓക്കെ, ഇനി ഇതൊരു എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാപ്പൂനെ സംബന്ധിച്ച് എന്താണ് നോക്കാം, ഇതെന്ത് കണക്റ്റഡ് ഗ്രാഫാണ്. ഇപ്പം മിനിമം ഈ എഡ്ജും ഈ എഡ്ജും ഈ എഡ്ജും പോക്കിയാൽ വെർട്ടെക്സ് മാത്രമാവും, ബിഫോർ ആവും. പക്ഷെ എന്താവില്ല, മിനിമൽ ആവുമോ? ഇതാ രണ്ട് എഡ്ജ് മാത്രം പോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് രണ്ടും പോക്കിയാൽ എന്തായി മാറി, V2 മാത്രം ഡിസ്കണക്റ്റഡ് ആവും ബാക്കിയുള്ളതിൽ നിന്നും. അപ്പൊ ഇതെന്താണ്, ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ് അല്ലെ. മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ് മിനിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്? മിനിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഈ കേസിൽ, ഇതിന്റെ കേസിൽ എക്സാമ്പിളിൽ ലാംഡ ഈക്വൽ ടു എന്താണ്, 2 ആണ് അല്ലേ, ആണോ? അപ്പൊ ഇതെന്താണ്, ഒരു 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, 2 എഡ്ജ് കണക്റ്റഡ് ഗ്രാഫ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് നമുക്കൊരു തിയറാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എനി ലൂപ്ലെസ് കണക്റ്റഡ് ഗ്രാഫ്, അതിന്റെ വെർട്ടെക്സ് കണക്ടിവിറ്റി ചെറുതായിരിക്കും എന്തിനേയും കാട്ടിലും, എഡ്ജ് കണക്ടിവിറ്റിനെയും കാട്ടിലും. എഡ്ജ് കണക്ടിവിറ്റി ചെറുതാണ് ഏതിനേയും കാട്ടിലും, എന്തിനേയും കാട്ടിലും ചെറുതാണ് എന്നാണ് പറയുന്നത്. ഈ സാധനം എന്താണ്, ലാംഡ എന്ന് പറഞ്ഞാൽ മിനിമം ഡിഗ്രി അല്ലെ, മിനിമം ഡിഗ്രി ഓഫ് ഗ്രാഫ് അല്ലടോ. ഓക്കെ, മിനിമം ഡിഗ്രി ഓഫ് ഗ്രാഫ്. അപ്പം ഈ തിയറം എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. അതായത് കാപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടെക്സ് കണക്ടിവിറ്റി, ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്ജ് കണക്ടിവിറ്റി, ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി, മിനിമം ഡിഗ്രി. മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഗ്രാഫ് ഉണ്ട് എങ്കിൽ ആ ഗ്രാഫിൽ ഓരോരോ വെർട്ടെക്സിലേക്കും ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ മിനിമം ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് എഡ്ജ് ഇൻസിഡന്റ് ചെയ്യുന്ന വെർട്ടെക്സ്, അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിഗ്രി, മിനിമം ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിനെ സംബന്ധിച്ച് നമ്മൾ പ്രൂഫ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇനി ഒരൊറ്റ കേസ്, 2-3 കേസുകളുണ്ട് ഇതിൽ. ഒന്നാമത്തെ കേസ് കാപ്പ ഈക്വൽ ടു 0. കാപ്പ 0 ആണ് എങ്കിൽ നിർബന്ധമായിട്ടും ട്രിവിയലി എന്തായിരിക്കും, ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അതായത് ഒരൊറ്റ വെർട്ടെക്സും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, അതായത് കണക്ടിവിറ്റിക്ക് ഒറ്റ വെർട്ടെക്സും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ലാംഡ ഈക്വൽ ടു തന്നെ ആയിരിക്കും, 0 ആയിരിക്കും. അങ്ങനെ ലാംഡ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഡ്ജും അതിലില്ല എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ് വരിക, ഡെൽറ്റ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ പറഞ്ഞ സാധനം ഓക്കെ ആണ്. ഇനി നമുക്ക് അസ്യൂം ചെയ്യേണ്ടത് ഈ ലാംഡയും കാപ്പ അല്ലെ, അതായത് വെർട്ടെക്സ് കണക്ടിവിറ്റിയും എഡ്ജ് കണക്ടിവിറ്റിയും, അതുപോലെ തന്നെ ആരും ഒരു കുഞ്ഞാപ്പൊടി ഉണ്ടല്ലോ ഡെൽറ്റ, ഇവ എന്താണ്, അറ്റ്ലീസ്റ്റ് 1, ഏറ്റവും കുറഞ്ഞത് എന്തുണ്ട് എന്നെടുത്തു, 1 എങ്കിലും ഉണ്ടാവും എടുത്തു. അങ്ങനെയാണ് എങ്കിൽ
ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ലാംഡ എന്തുണ്ട്, എഡ്ജസ് ഡിലീറ്റ് ചെയ്താൽ അത് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. ജി എന്ന് പറയുന്ന ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലെറ്റ് ഇ എന്ന് പറയുന്നത് എന്താണ്, എഡ്ജ് കട്ടാണ്. എന്ത് എഡ്ജ് കട്ട്? എഡ്ജ് കട്ടാണ് വിത്ത് ജീന്റെ എഡ്ജ് കട്ടാണ്. എത്ര എഡ്ജസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ ആയിരിക്കും. ലാംഡ നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള എഡ്ജ് കട്ടാണ് ഇ എന്ന് പറയുന്നത് വിചാരിക്കുക ഗ്രാഫിന്റെ. അങ്ങനെയാണ് എങ്കിൽ ഞാൻ എടുത്തു ഒരു എഡ്ജ് എടുത്തു, ഇ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സ്, എൻഡ് വെർട്ടെക്സ് യു അടുത്ത എൻഡ് വെർട്ടെക്സ് വിയും ആയിട്ടുള്ള ഒരു എഡ്ജ് എടുത്തു. ഏതിൽ നിന്നും? ഇ എന്ന് പറയുന്ന എഡ്ജ് കട്ടിൽ നിന്നും എടുത്തു. ഓക്കെ, നോക്കണേ. യു എന്ന് പറയുന്ന വി എന്ന് പറയുന്ന എഡ്ജ് അല്ല എൻഡ് വരുന്ന എഡ്ജ് എടുത്തു. അങ്ങനെയാണ് എങ്കിൽ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് റിമൂവ് ചെയ്യാൻ പോവാണ്. റിമൂവ് അല്ലെങ്കിൽ കൺസിഡർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാ എഡ്ജുകളും, ഇയിലുള്ള എല്ലാ എഡ്ജുകളും, ഈച്ച് എഡ്ജ് ഇൻ ജി ഇൻ ഇ, ഇയിലുള്ള എല്ലാ എഡ്ജുകളും എങ്ങനത്തെ എഡ്ജുകൾ എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ എൻഡ് വെർട്ടെക്സ് എന്തായിരിക്കരുത്, യുവും വിയും ഒന്നിച്ചാവാൻ പാടില്ല. നോട്ട് എൻഡ്സ് ബോത്ത് യു ആൻഡ് വി. വി ആവാത്ത, അതായത് യുവും വിയും രണ്ടുകൂടിയും, അതായത് ആരാണത്, അത് ഇ ആണ്. അങ്ങനെ ആവാത്ത ബാക്കിയുള്ള, ഇപ്പം ഡബ്ല്യു, യു ഡബ്ല്യു ആവാം, വി ഡബ്ല്യു ആവാം, വി സെഡ് ആവാം, അങ്ങനെയുള്ള എഡ്ജസുകളൊക്കെ എടുത്തു. ആ എഡ്ജസുകളൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും യുവും വിയും അല്ലാത്ത വെർട്ടെക്സുകളൊക്കെ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ എന്താ ചെയ്യാണ്, റിമൂവ് ചെയ്യാണ്. എന്താണ് റിമൂവ് ചെയ്യുന്നത്, ഏതാ റിമൂവ് ചെയ്യുന്നത്, എല്ലാ വെർട്ടെക്സുകളും. എല്ലാ വെർട്ടെക്സുകളും റിമൂവ് ചെയ്യും. പക്ഷെ ഏത് വെർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്യൂല, യു വിയും അല്ലാത്ത, ഡിഫറെന്റ് ഫ്രോം യു ആൻഡ് വി, വിയും യുവും അല്ലാത്ത എല്ലാ വെർട്ടെക്സുകളും ഞാൻ റിമൂവ് ചെയ്തു കഴിഞ്ഞു. അങ്ങനത്തെ ടി വെർട്ടെക്സുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനത്തെ എത്ര വെർട്ടെക്സുകൾ ഉണ്ട്, ടി വെർട്ടെക്സുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ എന്റെ ചോദ്യം, അതായത് അങ്ങനെ റിമൂവ് ചെയ്ത റിസൾട്ടന്റ് ഗ്രാഫ് മനസ്സിലാവുന്നുണ്ടോ? എച്ച് എന്നെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ദിവ്യ ഉണ്ടോ അതില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആയിഷ ചെറിനോ? മനസ്സിലാവുന്നുണ്ട് സർ. അപ്പം റിസൾട്ടന്റ് ആയിട്ടുള്ള ഗ്രാഫ് ഞാൻ എടുത്തു, എച്ച് എന്ന് എടുത്തു. അങ്ങനെയാണ് എങ്കിൽ എച്ചില് ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ടി വെർട്ടെക്സുകൾ ഉണ്ട്. ഇങ്ങനെ കിട്ടുന്ന റിസൾട്ടന്റ് ഗ്രാഫ് ഉണ്ട് അല്ലെ? അങ്ങനെയാണ് എങ്കിൽ ടോട്ടൽ ഇവിടെ എത്ര എഡ്ജസ് ഉണ്ട്? ലാംഡ എഡ്ജസ് ഉണ്ട് അല്ലേ? ടോട്ടല് ആണോ അല്ലേ?
മനസ്സിലാവുണ്ടോ? ടോട്ടൽ എത്ര എഡ്ജസ് ഉണ്ട്? ലാംഡ എഡ്ജസ് ഉണ്ട്. അതിൽ നിന്നും നമ്മൾ യുവും വിയും അല്ലാത്ത എല്ലാ വെർട്ടെക്സുകളും എൻഡ് വെർട്ടെക്സുകളെ ഡിലീറ്റ് ചെയ്യാണ്. എല്ലാ എഡ്ജസിൽ നിന്നും യുവും വിയും അല്ലാത്ത എല്ലാ എൻഡ് വെർട്ടെക്സുകളും ഡിലീറ്റ് ചെയ്യാണ്. അങ്ങനത്തെ എത്ര എൻഡ് വെർട്ടെക്സ് ഉണ്ട് എന്നാണ് പറയുന്നത്? ടി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ടി ഈസ് ഓൾവേസ് ലെസ് ദാൻ ലാംഡ ആയിരിക്കും അല്ലെ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? കാപ്പ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ടി ലെസ് ദാൻ ആയിരിക്കും ലാംഡനെക്കാട്ടിലും ചെറുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആണെന്ന് വിചാരിക്കാം. ഈ ഗ്രാഫ് എന്താണ്? ഡിസ്കണക്റ്റഡ് ആണ് എങ്കിൽ നിർബന്ധമായിട്ടും എന്തായി നമുക്ക് കിട്ടി? കാപ്പ ഈസ് ലെസ് ദാൻ ആയിരിക്കും ടി, അല്ലെങ്കിൽ കാപ്പ ഈക്വൽ ടു എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. കാരണം ടി വെർട്ടെക്സുകൾ ഡിലീറ്റ് ചെയ്തപ്പോൾ ഡിസ്കണക്റ്റഡ് ആയി. അപ്പൊ ടി വെർട്ടെക്സിനെക്കാട്ടിലും കുറവായിരിക്കും ഒന്നെങ്കിൽ മിനിമം ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം കാപ്പ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. ടി പക്ഷെ എന്താണ്? ലെസ് ദാൻ എന്താണ്? ലാംഡ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? കാപ്പ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്ന് പറയാം. പക്ഷേ ഇനി അങ്ങനെ അല്ല. ഇവിടെ പേജിന്റെ കുറവുണ്ട് അല്ലേ? ഇനി അങ്ങനെയല്ല. എച്ച് നോട്ട് ഡിസ്കണക്റ്റ്. ഡിസ്കണക്റ്റഡ് അല്ല എന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ ഈ യുവിൽ നിന്നും വിയിൽ നിന്നും ഒന്ന് റിമൂവ് ചെയ്താൽ യുവോ അല്ലെങ്കിൽ വിയോ ഏതെങ്കിലും ഒന്ന് റിമൂവ് ചെയ്താൽ എന്തായി മാറും? ബിക്കം എന്തായി മാറും? ഡിസ്കണക്റ്റഡ്. ഓക്കെ. ഡിസ്കണക്റ്റഡ് ആവും. ആണോ അല്ലേ? ഓക്കെ. അങ്ങനെ ഡിസ്കണക്റ്റഡ് ആവുമെങ്കിൽ എന്താ ചെയ്തു? ആ യുവും വിയും മൂവ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റഡ് ആവും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കാപ്പ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ടി എലമെന്റ് ആയിരുന്നു നേരത്തെ റിമൂവ് ചെയ്ത്, ഇപ്പൊ യുഒ അല്ലെങ്കിൽ വിഒ റിമൂവ് ചെയ്തു. അതായത് എത്ര എണ്ണം റിമൂവ് ചെയ്തു? ടി പ്ലസ് 1 എലമെന്റ് റിമൂവ് ചെയ്തു അല്ലേ? ഇതെപ്പോഴും ഒന്നെങ്കിൽ എന്താണ്? നമ്മളെ ഇതിലുള്ള ടോട്ടൽ എഡ്ജസ് എത്ര ആണ്? ലാംഡ എഡ്ജസ് ആണ്. ഒന്നെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ലാംഡ ആയിരിക്കും. കാരണം എന്തുകൊണ്ട്? ടി ഈസ് ലെസ് ദാൻ ലാംഡ ആണ്. അപ്പൊ ടി പ്ലസ് 1 ഒന്നെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ആയിരിക്കും. അപ്പം ഇതും നിന്നും പ്രൂഫ് റെഡി ആയി കിട്ടി. അതായത് വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? കാപ്പ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. മനസ്സിലായോ ഇല്ലേ? മനസ്സിലായിട്ടുണ്ടോ അല്ലേ? ലക്ഷ്മിയൊക്കെ പോയോ? മനസ്സിലായിക്കണോ അല്ലേ? ഓക്കെ. അപ്പം ഈ രണ്ട് കാര്യം കിട്ടി. അതായത് നമുക്ക് ഇതിൽ നിന്നും കാപ്പ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എന്ന് കിട്ടി. ഇനി ഒരു കാര്യം കൂടിയാണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടണം. ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് എ വെർട്ടെക്സ് ഇൻ എ ഗ്രാഫ് അല്ലെ? ഒരു ഗ്രാഫിന് മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് ചെയ്യുന്നതാണ് ഒരു വെർട്ടെക്സിന്. അതിനെയാണ് നമ്മൾ ഓർഡർ ഡിഗ്രി അല്ലെങ്കിൽ മിനിമൽ ഡിഗ്രി ഡെൽറ്റ എന്നൊക്കെ പറയുന്നത്. സ്മോൾ ലെറ്റർ ഡെൽറ്റ അല്ലേ? അത് നമുക്ക് സുഖമാണ്. എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ വി എടുത്തു. ഡിഗ്രി ഓഫ് വി എപ്പോഴും എന്തായിരിക്കും? ഇവിടെ നോക്കാം. ഡിഗ്രി ഓഫ് വി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് യു എപ്പോഴും എന്തായിരിക്കും? ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയിരിക്കും അല്ലേ?
അല്ലേ? ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ചോദ്യം, വിയുടെ ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജസുകളൊക്കെ ഡിലീറ്റ് ചെയ്താൽ, അല്ലേ, ഇഫ് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇഫ് ഡെൽറ്റ ഈക്വൽ ടു, അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ ചെയ്യാൻ പോവാണ്, അങ്ങനെ എടുക്കണമെന്നില്ല. വി എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. വി എന്ന് പറയുന്ന, അല്ലെങ്കിൽ യു എന്ന് പറയുന്ന, ഡബ്ല്യു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. എന്താണ് ആ വെർട്ടെക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് മിനിമൽ ഡിഗ്രി ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഡിഗ്രി ഓഫ് വി എന്ന് പറയുന്നത് മിനിമൽ ഡിഗ്രി ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ഈ മിനിമൽ ഡിഗ്രി ആയിട്ട് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എഡ്ജസ്, അല്ലെ? എഡ്ജസ് ആണ് ഇൻസിഡന്റ് വിത്ത് എന്താണ്? ഇൻസിഡന്റ് വിത്ത് വി, വിച്ച് ഡിലീറ്റ്, അത് ഡിലീറ്റ് ചെയ്ത എന്തായി മാറും? ഇപ്പം ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ട് വി, ഈ വെർട്ടെക്സിന് ഇൻസിഡന്റ് ആയിട്ടുള്ള കുഞ്ഞാപ്പുകളാണ് ഇത്ര മൂന്നാണ്. ഇതിനെ മൂന്നിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഈ മൂന്നെണ്ണത്തിനെയും ഞാൻ ഡിലീറ്റ് ചെയ്തു. ബാക്കി ഗ്രാഫുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ബാക്കി ഗ്രാഫുകൾ ഇതിലൊക്കെ ഒക്കെ കണക്റ്റഡ് ആണ്. ഈ മൂന്നെണ്ണം അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇതെന്തായി? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ് ആയോ? അല്ലേ? ആയില്ലേ? അതായത് അപ്പം നമ്പർ ഓഫ് എഡ്ജസ് ഇൻസിഡന്റ് വിത്ത് വി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡെൽറ്റ, അല്ലേ? അല്ലേ? ആണ്. ഇനി ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? എഡ്ജസ്, ഏത് എഡ്ജസ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്? ഇൻസിഡന്റ് ചെയ്യുന്ന വി ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന എഡ്ജസുകൾ ഡിലീറ്റ് ചെയ്താൽ എന്തായി മാറും? ജി ബിക്കം എന്തായി മാറും? ഡിസ്കണക്റ്റഡ് ആവും, അല്ലേ? ഇതാണ് വി. ഇതിനോട് അഡ്ജസന്റ് ആയിട്ടുള്ള എഡ്ജസുകൾ, ഇൻസിഡന്റ് ആയിട്ടുള്ള എഡ്ജസുകൾ ഡിലീറ്റ് ചെയ്താൽ വി മാത്രം ഒറ്റപ്പെടുകയും ബാക്കിയുള്ള വെർട്ടെക്സ് ഒക്കെ കണക്റ്റഡ് ആവുകയും ചെയ്യും. അപ്പൊ അതൊരു ഡിസ്കണക്റ്റഡ് ഗ്രാഫാണ്. അപ്പൊ എന്താണ്? ഇതെന്തായി? ഡിസ്കണക്റ്റഡ് എന്ന് പറയാൻ പറ്റും, അല്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഡിസ്കണക്റ്റഡ് ആയി ആണോ? ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്പം ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഇത്രയും, അതായത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് എത്ര എഡ്ജസ്? ഇൻസിഡന്റ് വിത്ത് വി ആയിട്ട് ഇൻസിഡന്റ് ചെയ്യുന്ന വെർട്ടെക്സ്, അതിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? ഡെൽറ്റ ആണ്. അപ്പൊ അതിലേക്കും മിനിമം ആണ് ആര്? ലാംഡ എന്ന് പറയുന്നത്. അതിലേക്കും കുറവോ അതിന് ഈക്വലോ ആയിരിക്കും. അപ്പം ലാംഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് പറയാം. ഇതിൽ നിന്നും ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? അവസാനത്തെ കാര്യം എന്ന് വെച്ചാൽ കാപ്പ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ എന്ന് കിട്ടിയോ? ഇല്ലേ? മനസ്സിലായോ? ഇല്ലേ? പക്ഷേ ഉണ്ടല്ലോ സർ, നമ്മള് രണ്ട് കേസ്, ഫസ്റ്റത്തെ കേസില് യു വി മാത്രം വെച്ച് ബാക്കിയുള്ള എഡ്ജൊക്കെ ഡിലീറ്റ് ചെയ്തതല്ലേ? അന്നേരം ടി ലെസ് ദാൻ ലാംഡ മാത്രല്ലേ കിട്ടിയുള്ളൂ? രണ്ടാമത്തെ കേസില് ടി ലെസ് ദാൻ ലാംഡ എന്ന് കിട്ടി. ടി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെർട്ടെക്സ് ഡിലീറ്റ്, അല്ലേ? അപ്പൊ ഡിസ്കണക്റ്റഡായി ഗ്രാഫ്. അതുകൊണ്ട് കാപ്പ എന്ന് പറയുന്നത് മിനിമം നമ്പർ ആണ്. അപ്പം മിനിമം നമ്പർ എപ്പോഴും ടി നമ്പർ ഓഫ് വെർട്ടെക്സ്, അതായത് ഡിസ്കണക്റ്റഡ് ഗ്രാഫിനെ സംബന്ധിച്ച് അതെപ്പോഴും ചെറുതായിരിക്കും, അല്ലേ?
ആ അല്ലണോ? ആ അപ്പൊ അത് കിട്ടി. ഇതാ ആ കുഞ്ഞാപ്പാണ് ഇത്. ആ ഇനി എന്റെ കുഞ്ഞാപ്പ് പറയൂ. അതായത് നമ്മൾ രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്തപ്പോ അവിടെ സെയിം തന്നെ 3 k ലെസ് ദാൻ ലാംഡ ലെസ് ദാൻ ഡെൽറ്റ കിട്ടിയല്ലോ. ആ അപ്പം ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യേണ്ട രണ്ടാമത്തെ മാത്രം എഴുതിയാ പോരെ? സോറി, ആദ്യത്തെ അതായത് രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? എച്ച് നോട്ട് ഡിസ്കണക്ട് ആണ്. എച്ച് എന്തല്ല ഡിസ്കണക്ട് അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടും എഴുതണോ? ഒന്നും മാത്രം എഴുതിയാ പോരാ? പ്രൂഫ് ഇപ്പൊ നമുക്ക് തെളിയിച്ചാ പോരെ? അതെ, പ്രൂഫ് തെളിയിക്കാന്ന് പറഞ്ഞാൽ മാത്സിനെ സംബന്ധിച്ച് ഓരോരോ കാര്യങ്ങൾക്കും വ്യക്തതയുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആ അതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പ്രൂഫ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ല. കൺസെപ്റ്റ്സുകൾ മനസ്സിലായിട്ടില്ലേ? പോയോ? ആ മനസ്സിലായിണ്ട്. ആ ഓക്കെ ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും? അതില്ലേ? വേറെ ആരില്ലേ? ഓക്കെ, അപ്പൊ ഞാന് ഇത്രത്തോളം കൂടി നിർത്തുകയാണ്. ഞാൻ 11 മണിക്ക് എനിക്ക് അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ നോട്ടും അടുത്തതിന്റെ നോട്ടും ഞാൻ എന്ത് ചെയ്യാം, ഒന്നിച്ച് അയച്ചുതരാം കേട്ടോ. കുഴപ്പം തോണ്ടോ? ഒരു വർത്താനമില്ലേ? അങ്ങനെ മതി. എന്നാ ആയിക്കോട്ടെ. എനിക്ക് ഉറക്കം തെറ്റാണോ ലക്ഷ്മി? ഉറക്കോ? ഗണിതയും